അടുത്ത കാലത്ത് മാതൃഭൂമി പത്രത്തിൽ ഒരു വാർത്ത നിങ്ങൾ വായിച്ചു കാണും. വളരെ ഭയത്തോടുകൂടി വേദനയോടുകൂടി ഞാനും വായിക്കേണ്ടായി. ഒരു സവാള ഉള്ളി അരിഞ്ഞപ്പോ അതിൽ നിന്നുള്ള ആ നീര് കയ്യിൽ തൊട്ട് കയ്യിലൊക്കെ ചൊറിച്ചിലും പുകച്ചിലും കയ്യിൽ ബ്ലിസ്റ്ററും ഉണ്ടായിട്ടുള്ളൊരു ഫോട്ടോ. എനിക്ക് അത്ഭുതം തോന്നി, വേദനയും തോന്നി. ഞാൻ ഇനി പറയാൻ പോകുന്നത് ബയോകെമിസ്ട്രി, പ്ലാന്റ് ബയോകെമിസ്ട്രിയിലും ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിലും ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് പറയുകയാണ്. ഇത് മാത്രമല്ല, 8-10 വർഷം പെസ്റ്റിസൈഡിൽ വർക്ക് ചെയ്താണ്. കാർബമേറ്റ് പെസ്റ്റിസൈഡും ക്ലോറോ പെസ്റ്റിസൈഡും ഫോസ്ഫോ പെസ്റ്റിസൈഡും സിസ്റ്റമിക് പെസ്റ്റിസൈഡും ഉണ്ട്, കോണ്ടാക്ട് പെസ്റ്റിസൈഡും ഉണ്ട്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ചെറിയൊരു സജഷൻ വേണമെങ്കിൽ സ്വീകരിക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ കഴിയുന്നതും പാവയ്ക്ക പോലെയുള്ള വെജിറ്റബിൾ വാങ്ങിക്കാതിരിക്കാം. കാരണം അതിന്റെ ഇടയ്ക്കുള്ള പെസ്റ്റിസൈഡുകൾ കളയാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ പെസ്റ്റിസൈഡ് പണ്ട് സ്പ്രേ ചെയ്യുന്ന മാതിരി അല്ല സ്പ്രേ ചെയ്യുന്നത്. ഒരു കപ്പില്, വലിയ പാത്രത്തില് കപ്പില് പെസ്റ്റിസൈഡും വെള്ളവും ചേർത്ത് പാവയ്ക്ക നേരെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പാവയ്ക്കയിൽ മുക്കുകയാണ് ചെയ്യുക. എല്ലാം കത്തിരിക്കയും എല്ലാം അങ്ങനെ മുക്കുക. ഈ കത്തിരിക്കയൊക്കെ കഴുകുമ്പോ കുറേ വെള്ളരിക്ക, മത്തങ്ങ, കുമ്പളങ്ങ ഇതൊക്കെ കഴുകിയിട്ട് കുറേ പെസ്റ്റിസൈഡ് കളയാൻ പറ്റും. പാവയ്ക്ക കഴുകാൻ ബുദ്ധിമുട്ടാണ്. കോളിഫ്ലവർ കഴുകാൻ ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ ക്യാബേജ് കഴുകാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ അരിഞ്ഞു കഴിഞ്ഞ് കഴുകാം. കോളിഫ്ലവർ പിന്നെയും ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമ്മള് ഓർമ്മിക്കാനുള്ള ഒന്ന്, തോടുള്ള മത്തങ്ങ, കുമ്പളങ്ങ തുടങ്ങിയ വെജിറ്റബിൾസ് കൂടുതൽ വാങ്ങിക്കാൻ ശ്രമിക്കാം. ഉരുളക്കിഴങ്ങ്, തൊലി കളഞ്ഞ് ഉപയോഗിക്കാവുന്ന വെജിറ്റബിൾ, വെണ്ടക്കയും അതുപോലെ പടവലങ്ങയും മുളക്, ഇപ്പൊ പറഞ്ഞ പാവയ്ക്ക, അച്ചിങ്ങ, ഇതിന്റെ ഒന്നിന്റെ തൊലി കളയാൻ പറ്റില്ല. അതുകൊണ്ട് അതിനകത്തുള്ള അതിന് പുറത്തുള്ളത് എന്തോ അത് അതിലുണ്ടാവും. ഇപ്പൊ തൊലി കളഞ്ഞ് ഉപയോഗിക്കാവുന്ന വെജിറ്റബിള് കൂടുതൽ ഉപയോഗിക്കാം. അണ്ടർഗ്രൗണ്ട് വെജിറ്റബിള് കൂടുതൽ ഉപയോഗിക്കാം. ചേന, ചേമ്പ്, ഉരുളക്കിഴങ്ങ്, മരച്ചീനി, കാച്ചില് റിലേറ്റീവ്ലി കൂടുതൽ ഉപയോഗിക്കാൻ ശ്രമിക്കാം. വളമുണ്ടെങ്കിലും വലിയ പെസ്റ്റിസൈഡ് അതിനകത്ത് ഇല്ലെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ മൂന്നാമത്തേത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കായ, പപ്പങ്ങ, വാഴക്കൊടപ്പൻ, പിണ്ടി, ഇത് എവിടെ ലഭിക്കുമോ അത് ഉപയോഗിക്കാം. അതിലും വലുതായിട്ട് പെസ്റ്റിസൈഡ് ഇല്ല എന്നാണ് തോന്നുന്നത്. വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അടുത്ത് പറയാൻ പോകുന്നത് വളരെ അധികം അഭിപ്രായ വ്യത്യാസം നിങ്ങളിൽ ചിലർക്ക് ഉണ്ടാവുമെങ്കിലും ചെയ്യണം. ഏത് വെജിറ്റബിൾ കൊണ്ടുവന്നാലും തൊലിയുള്ള വെജിറ്റബിൾ ആണെങ്കിൽ നിർബന്ധമായും സോപ്പിട്ട് കഴുകാം. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. മുറിക്കുന്നതിന് മുമ്പ് സോപ്പിട്ട് കഴുകാം. ഒത്തിരി അധികം പെസ്റ്റിസൈഡ് അതിൽ നിന്ന് മാറ്റാൻ സാധിക്കും. 3 തരത്തിലുള്ള കോണ്ടാക്ട് പെസ്റ്റിസൈഡ്, അത് ക്ലോർ ആണെങ്കിലും ഫോസ്ഫോ ആണെങ്കിലും കാർബമേറ്റ് ആണെങ്കിലും മാറ്റാൻ സാധിക്കും. തൊലി പുറത്തുള്ളത് ഒരു കാരണവശാലും മത്തങ്ങയും കുമ്പളങ്ങയും തൊലിയോടുകൂടി കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കരുത്. എലിശ്ശേരി ആയാലും ശരി, പുളിശ്ശേരി ആയാലും ശരി, തൊലി കളഞ്ഞിട്ടേ ഉപയോഗിക്കാവൂ. ഏത് വെജിറ്റബിളിന്റെയും തൊലി കളഞ്ഞിട്ടേ ഉപയോഗിക്കാവൂ. തൊലി കളയാൻ പറ്റാത്തതാണ് പാവയ്ക്ക, അച്ചിങ്ങ, പീച്ചിങ്ങ തുടങ്ങിയ സാധനങ്ങൾ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അതിന്റെ അളവ് കുറയ്ക്കാൻ സാധിക്കുമെങ്കിൽ ചെയ്യാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, കുറച്ച് കൂടുതൽ വെള്ളം വെച്ച് ഉപ്പിട്ട് ഈ വെജിറ്റബിള് മുറുക്കിയത് തിളപ്പിച്ച് ആ തിളപ്പിച്ച വെള്ളം കളയുക. ഒരുപക്ഷെ നമ്മൾ പഠിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കാരണം ഇന്ന് പെസ്റ്റിസൈഡിന്റെ